ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉണക്കമുന്തിരി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ടേസ്റ്റിയായ അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയുടെയും ഗീ റൈസിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. എൻ്റെ കയ്യിലിപ്പോൾ നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ റൈസിൻസും യൂസ് ചെയ്യാം. ഇതൊന്ന് വീർത്ത് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി പാനിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ട മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി സെയിം പാനിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തതും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 8 അല്ലി വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു കായം, ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി ശർക്കര ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ശർക്കരയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ലെമൺ സൈസ് പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ള് ഉലുവാപ്പൊടി ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിലെ വെള്ളമൊക്കെ വറ്റി ഫ്ലേവേഴ്സ് നന്നായി മുന്തിരിയിൽ പിടിച്ച് ഗ്രേവി നല്ല തിക്കായി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ അച്ചാറിന് കുറച്ചുകൂടി ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നല്ലെണ്ണയും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായി തണുക്കും തോറും കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരും. അപ്പോൾ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. മുന്തിരിയച്ചാർ ഞാനിവിടെ ഒരു 30 മിനിറ്റോളം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ അച്ചാർ നിങ്ങൾ മസ്റ്റായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Bye.